ഹലോ, അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പയർ തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കാണിക്കാം. അതിന് തന്നെ മെയിൻ സാധനം നമ്മുടെ പയർ വേണം, പിന്നെ സവോള, പിന്നെ മുളക് നടുക്കുന്ന തന്നെ കീറിയിട്ടുള്ളതാണ്, പിന്നെ കരിയാപ്പില, പിന്നെ തേങ്ങ വേണം, പിന്നെ കടുക് വേണം, പിന്നെ മഞ്ഞൾ വേണം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട അത്രയും കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരണം. ഓക്കെ, അപ്പം ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് നമ്മുടെ സവോളയും മുളകും ഇട്ട് കൊടുക്കാവേ. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. കഴിഞ്ഞിട്ട് നമ്മുടെ കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്ന മഞ്ഞളാണ്. അത് നമുക്ക് വേണ്ട അത്രയും മഞ്ഞൾ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കാം. ഓക്കെ, അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ പയർ തോരനാണല്ലോ. അപ്പം നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. പിന്നെ ക്യാരറ്റിനെക്കാട്ടിൽ ഇച്ചിരി കൂടി വേവുള്ളത് കാരണം നമുക്ക് ഇച്ചിരി വെള്ളം ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒന്ന് തിളച്ച് കൊടുക്കാവേ. നല്ലപോലെ ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാവേ. എന്നിട്ട് ഇളക്കാം. ഓക്കെ, ഇനി ഒരു പാത്രം വെച്ച് നമുക്കൊന്ന് ഇത് മൂടി വെക്കാം.
അപ്പം ദാണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കാവേ. അതിനുശേഷം പിന്നെയും ഒന്ന് മൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് റെഡിയാകുകയും ചെയ്യും, നമുക്ക് വാങ്ങുകയും ചെയ്യാതെ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.